ആദർശിന്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മലയ്ക്ക് പോയിട്ട് എല്ലാവരും തിരികെ വന്നിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ നന്ദുവിന്റെ കിഡ്നാപ്പിംഗ് ഒക്കെ നടക്കുന്നത്. അങ്ങനെ അതിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ദേവിയുടെ മനസ്സിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല, തനിക്ക് കരൾ നൽകിയ പെൺകുട്ടി അതാരാണ്? അതിനൊരു പക്ഷേ നയനയായിരിക്കോ എന്നൊക്കെ ഒരു സംശയമാണ് ദേവയാനിയുടെ ഉള്ളില്. ദേവയാനി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആദർശ് വെളിയിരുന്ന് നയനോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. നിനക്കും അമ്മയ്ക്കും ഒരേപോലെ ക്ഷീണ, അതുകൊണ്ട് രണ്ടുപേരും ഇവിടെ ഇരുന്നോണം, അടങ്ങി ഒതുങ്ങി ഇരുന്നോണം, എങ്ങും പുറത്തേക്ക് എങ്ങും പോവണ്ട, ചെറിയ രീതിക്ക് നടന്നാലൊക്കെ മതി, അങ്ങനെ ജോലികളൊന്നും ചെയ്യണ്ട എന്നൊക്കെ ആദർശ് ഫോൺ വിളിച്ച് നയനോട് പറഞ്ഞൊക്കെ ദേവയാനി കേൾക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം നിന്നെ കാണാനായിട്ട്. ഓടിച്ചാടി നടക്കുവോ കട്ടിയുള്ള പണികൾ ചെയ്യുവോ ഒന്നും ചെയ്യണ്ട, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ ആദർശ് നയനെ വിളിച്ച് പറഞ്ഞെല്ലാം ദേവയാനി കേൾക്കുന്നുണ്ട്. ദേവയാനി മനസ്സിലെറുക്കാണ്. അപ്പോ ഞാൻ സംശയിച്ചത് ശരിയാ, അവക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്നെപ്പോലെ തന്നെ എന്തോ ഒരു പ്രശ്നം. മുത്തശ്ശൻ പറയാണ്, ദേവയാനി നിന്നെ സഹായിക്കാനേ ആ കുട്ടി ശ്രമിച്ചിട്ടുള്ളൂ, നിന്നെ ഒരുപാട് അവള് സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി എന്തും നൽകാൻ അവൾക്ക് സമ്മതമാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നത് ദേവയാനിയും ഓർക്കുന്നുണ്ട്. അങ്ങനെ നയനമോടെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്, നയനമോൾ ഇപ്പൊ ഓക്കെ ആയോ എന്ന് മുത്തശ്ശൻ എല്ലാവരും മുമ്പിൽ വെച്ച് അറിയാതെ ആദർശനോട് ചോദിക്കുമ്പം ആദർശ് കണ്ടുകൊണ്ട് മുത്തശ്ശനോട് അമ്മ ശ്രദ്ധിക്കുന്നെന്ന് കാണിക്കുന്നതൊക്കെ ദേവയാനി കാണുന്നുണ്ട്. അങ്ങനെ ദേവയാനിക്ക് ഏതാണ്ട് 50% തനിക്ക് കരൾ നൽകിയത് മറ്റാരുമല്ല നയനയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇതിനോടകം തന്നെ അവളുടെ മനസ്സിലെ വെറുപ്പും ദേഷ്യവും ഒക്കെ പതിയെ പതിയെ അലിഞ്ഞില്ലാതാവുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ദേവയാനി ഉറപ്പിക്കുകയാണ്, ആദർശിനോടും ജയനോടും അജയനോടും മുത്തശ്ശനോടും പോലും ചോദിച്ചിട്ടും ആരും സത്യങ്ങളൊന്നും പറയുന്നില്ല. നേരിട്ട് ഡോക്ടറെ ഫോൺ ചെയ്തിട്ട് പോലും അതാരാണെന്ന് പറയാൻ അവര് കൂട്ടാക്കുന്നില്ല കേട്ടോ. ദേവയാനി ഓർക്കാണ്, എന്തായാലും ഹോസ്പിറ്റലില് റെക്കോർഡിങ്സ് കാണാതിരിക്കില്ലല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാം, അതാരാണെന്ന് എങ്ങനെയെങ്കിലും അറിയാം. ഇവരോടൊന്നും പറയണ്ട, പറഞ്ഞാൽ ആരും എന്നെ അങ്ങോട്ടേക്ക് അയക്കില്ല, അതുകൊണ്ട് തനിയെ പോവാന്നും പറഞ്ഞിട്ട് ഡ്രൈവറെയും കൂട്ടി ദേവയാനി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ദേവയാനി പോയ ശേഷം മുത്തശ്ശൻ ചോദിക്കുന്നതിന് മുത്തശ്ശിയോട്, അല്ല ദേവയാനി ഇത് എങ്ങോട്ട് പോയതാ ഒറ്റയ്ക്ക്? ജലജ പറയാണ്, ഞാനും വരുന്ന പറഞ്ഞിട്ട് ചേച്ചി കേട്ടില്ല, ചേച്ചി അങ്ങ് പോയി. മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ എവിടെ പോയത്, അവള് പറയാതെ അങ്ങനെ എവിടെയും പോവാറില്ലല്ലോ. ജലജ പറയാണ്, ചിലപ്പോ അമ്പലത്തിലേക്ക് പോയതായിരിക്കും. എങ്കിലും അങ്ങനെ പറയാതെ പോവോ? കഴിഞ്ഞ തവണ പോയപ്പോഴും ഞാൻ കൂടെ പോയതാ. മുത്തശ്ശൻ പറയണ്ട്, 1.5 മാസം ആയില്ലേ, ആ ഒരു ധൈര്യത്തിന് പുറത്ത് പോയതായിരിക്കും. എന്തായാലും ഡ്രൈവറും ഉണ്ടല്ലോ, നോക്കാം, കുറച്ചിരുന്ന് വിളിച്ചു നോക്കാം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം നഴ്സിനോട് എനിക്ക് ഡോക്ടറെ കാണുമെന്ന് പറയാണ്. അങ്ങനെ അവിടെ ലേഡി ഡോക്ടർ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങോട്ടേക്ക് ദേവയാനി പോകുന്നുണ്ട്. ദേവയാനി പോയിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എനിക്കൊരു കാര്യം അറിയണം, ആരാ എനിക്ക് കരൾ നൽകിയേ, എനിക്കത് അറിഞ്ഞേ പറ്റുള്ളൂ, എന്റെ തലയൊക്കെ പൊട്ടിത്തെറിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നു. 1.5 മാസമായി ഞാൻ അതിന്റെ പുറകെ നടക്കുക, എന്റെ വീട്ടില് ആരും ഒന്നും പറയുന്നില്ല, നിങ്ങളെങ്കിലും ഒന്ന് പറയണം. അപ്പോഴേക്കും ആ ലേഡി ഡോക്ടർ പറയുന്നുണ്ട്, അയ്യോ ദേവയാനി നിങ്ങൾക്കറിയാലോ, ആ കുട്ടി അവളുടെ ഹസ്ബൻഡും പറഞ്ഞിരിക്കുന്നത് ആ കാര്യം മറ്റാരും പറയാൻ പാടില്ല, അത് സീക്രട്ട് ആയിട്ട് വെക്കണമെന്നാ പറഞ്ഞിരിക്കുന്നേ, പിന്നെ ഞങ്ങൾ എങ്ങനെ പറയും? ദേവന് പറയാണ്, കള്ള് ദാനം ചെയ്ത കള്ള് സ്വീകരിച്ച ആളില്ലേ ഞാന്, അപ്പോ എനിക്ക് അതിന്റെ അവകാശമില്ലേ? എനിക്ക് ജീവൻ പകർത്തു നൽകിയത് ആരാണെന്നുള്ള അവകാശം എനിക്കില്ലേ എന്ന് ചോദിക്കാണ്. ദേവേനി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, പക്ഷെങ്കില് എന്ത് ചെയ്യാനാ, ഇവിടെ കുറച്ച് റൂൾസ് ഒക്കെ ഇല്ലേ, ആ കുട്ടി പറയരുതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം ഞങ്ങൾ എങ്ങനെ പറയും? അല്ല ഭർത്താവിനോടും മോനോടും ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഭർത്താവിനും മോനും അതുപോലെ ദേവേനയുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കാര്യങ്ങൾ അറിയാലോ. ഞാൻ അവരോടെല്ലാം ചോദിച്ചു, ആരും എന്നോട് സത്യമാനം തുറന്നു പറയുന്നില്ല, എല്ലാവരോടും പലതവണ ഞാൻ ചോദിക്കുന്നു. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, സോറി ഡോക്ടർ പറയാണ്, അതാ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പോയി വീട്ടിൽ ചോദിച്ചു നോക്ക്, അതായിരിക്കും നല്ലത്, അവർക്കെല്ലാം കുട്ടിയെ അറിയാം. ദേവേനി പറയാണ്, എനിക്ക് വയ്യ, എനിക്കറിയില്ല, നിങ്ങൾ എന്തിനീ മറച്ചു വെക്കുന്നേ? എനിക്ക് മനസ്സിലാകാത്തത് എന്റെ ഹസ്ബൻഡിനെങ്കിലും കാര്യം പറയാലോ ആരാന്നുള്ളത്. ഞാൻ ചോദിച്ചു മടുത്തു, എന്നോടൊരു വാക്ക് പോലും തുറന്നു പറയുന്നില്ല, അതുകൊണ്ടാ ആരോടും പറയാതെ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ആരെയും കൂടെ കൂട്ടിയിട്ട് കൂടിയില്ല, വീട്ടിലാരോടും പറഞ്ഞിട്ടുമില്ല. അപ്പോഴേക്കും
ഡോക്ടർ പറയുന്നുണ്ട്, ദേവ്യാനി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1.5 മാസം ആവുന്നേ ഉള്ളൂ. ഈ സമയത്തൊന്നും ഒറ്റയ്ക്ക് ഇങ്ങനെ വരണ്ട. ഇടയ്ക്ക് ചെറു തളർച്ചയോ BP കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാല് എന്ത് ചെയ്യും? ആരെങ്കിലും കൂടെ വേണ്ടേ? ദേവ്യാനി പറയാണ്, എല്ലാം ഞാൻ അനുസരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ആ കുട്ടിയാണെന്ന് എനിക്ക് അറിയണം. എന്റെ മനസ്സിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണോന്ന് എനിക്കറിയണം. അപ്പോഴേക്കും ഡോക്ടർ പറയാണ്, അല്ല എന്താ ദേവ്യാനിയുടെ സംശയം? ദേവ്യാനി പറയുന്നുണ്ട്, എന്റെ മരുമകള് 1.5 മാസമായിട്ട് ഇപ്പൊ അവളുടെ വീട്ടിലാ. അവൾ ഇങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അവളെ എനിക്ക് കാണണ്ട, അങ്ങോട്ടേക്ക് വരണ്ട എന്ന്. പക്ഷെ ഈ ഒരു കാര്യം പലതവണ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ അവൾ അങ്ങനൊന്നും കരുതാതെ ആനന്ദ പോലെ തന്നെ നിൽക്കായിരുന്നു. പക്ഷെ ഇത്തവണ ഞാനിങ്ങനെ പറഞ്ഞതിന് ശേഷം അവളെ വന്നിട്ടേയില്ല. അത് മാത്രമല്ല, അച്ഛനും അമ്മയും ജയേട്ടനും ആദർശും അനിയും എല്ലാരും ഓരോ സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാ അവളെ കാണാൻ പോണത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദർശാണെങ്കിൽ പുതിയ വീട് തന്നെ അവരുടെ പേരിൽ വാങ്ങിക്കൊടുത്തു. അത് മാത്രമല്ല, എനിക്ക് സംശയം വരാനുള്ള വലിയൊരു കാരണം, അവളെയും കൊണ്ട് ഇടയ്ക്ക് ആദർശ് ഈ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ചോദിച്ചപ്പോ പണിയാന്നാ പറഞ്ഞത്. അതിനുശേഷം അമ്പലത്തിൽ വെച്ച് ഞാൻ കണ്ടപ്പോ അവളുടെ അമ്മ അവളെ പിടിച്ചു നടത്തുന്നതായിട്ട് ഞാൻ കണ്ടു. അതേ സമയത്ത് ഞാനും അതേ സ്റ്റേജിലായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് ചെറിയ സംശയമൊക്കെ തോന്നി എന്ന് പറയുന്നുണ്ട്. ഡോക്ടറെ, എനിക്കറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഞാൻ സംശയിച്ചൊക്കെ ശരിയാണോ? എനിക്ക് കരൾ നൽകിയത് എന്റെ മരുമകൾ തന്നെയാണോ? അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് വേറെയാണെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കാണ്. ദയവ് ചെയ്ത് ഡോക്ടർക്ക് അല്പമെങ്കിലും സ്നേഹം എന്നോടുണ്ടെങ്കിൽ പറയാതിരിക്കരുത്. എനിക്കിത് അറിഞ്ഞേ പറ്റുള്ളൂ ഡോക്ടർ, പ്ലീസ് എന്ന് ദേവ്യാനി പറയുമ്പോൾ ആ ഡോക്ടർ പറയാണ്, ദേവ്യാനി മറ്റൊന്നും കൊണ്ടല്ല ആരും ഒന്നും പറയരുതെന്ന് പറഞ്ഞത്. ദേവ്യാനിയുടെ അവസ്ഥയൊക്കെ ഒന്ന് മെച്ചപ്പെട്ടു വരുമല്ലേ? ദേവ്യാനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ദേവ്യാനിക്ക് കയറ് നൽകിയെന്നറിയുമ്പോ ദേവ്യാനി എങ്ങനെ റിയാക്ട് ചെയ്യുന്നോർത്ത് പേടിച്ചിട്ടാ ആരും ഒന്നും പറയാത്തത്. മരുമകൾ അന്ന് വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് വീണ്ടും അസുഖം കൂടിയതാ. അതുകൊണ്ട് പേടിച്ചിട്ടാ ആരും ഒന്നും പറയാത്തത്. മനസ്സിലായില്ല ഡോക്ടർ, ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നേ? അത് തന്നെ, നിങ്ങളുടെ മരുമകളുടെ രക്തഗ്രൂപ്പും നിങ്ങളുടെ രക്തഗ്രൂപ്പും ഒന്ന് തന്നെയാ, AB നെഗറ്റീവ്. അപ്പോഴേക്കും ദേവ്യാനി ഞെട്ടുന്നുണ്ട്. അപ്പോ എന്റെ സംശയം ശരിയാണോ? അതെ, സംശയം ശരി തന്നെയാ. ആദ്യമായി നിങ്ങൾക്ക് രക്തം നൽകിയത് നിങ്ങളുടെ മരുമകൾ തന്നെയാ. അനിയുടെ ഭാര്യയോട് ഞങ്ങൾ എല്ലാവരും താണ് ചോദിച്ചതാ രക്തം നൽകാവോന്ന്. പക്ഷെ അവര് സമ്മതിച്ചില്ല. ആ സമയത്ത് വിളർച്ചയും വയ്യാഴികയും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ മരുമകളാ പൂർണ്ണ മനസ്സോടെ വന്ന് നിങ്ങൾക്ക് രക്തം നൽകിയത്. അതറിഞ്ഞ് തന്നെ നിങ്ങൾ പൊട്ടിത്തെറിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാ അതൊന്നും പറയാതിരുന്നത്. പെട്ടെന്നാണ് നിങ്ങൾക്ക് കരളിന് അസുഖം ബാധിച്ചത്. ആ സമയത്ത് ഒന്നും നോക്കാതെ, തന്റെ ഹെൽത്തോ തന്റെ സൗന്ദര്യമോ ഒന്നും നോക്കാതെ എന്റെ അമ്മയ്ക്ക് പൂർണ്ണ മനസ്സോടെ ഞാൻ കരൾ നൽകാമെന്നും പറഞ്ഞിട്ട് മുമ്പോട്ട് വന്നത് നയനയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വല്ലാണ്ടൊരു ഷോക്കായ അവസ്ഥയിൽ ദേവ്യാനി ഒരേ ഇരിപ്പിരിക്കാണ്. ഡോക്ടർ പറയുന്നുണ്ട്, ഈ ഒരു കാരണം കൊണ്ടാ ആരും നിങ്ങളോടൊന്നും പറയാതിരുന്നത്. നിങ്ങളുടെ അച്ഛനും ഭർത്താവും മകനും ഒക്കെ അവളെ അധികം സ്നേഹിക്കുന്നുണ്ടെങ്കിലും സമ്മാനം നൽകുന്നുണ്ടെങ്കിലും ഈ ഒരു കാരണം കൊണ്ടാ. നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് നിങ്ങളുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. പക്ഷെ ആ സമയത്ത് കൂടിയും നിങ്ങളെ കൈവിടാൻ നിങ്ങളുടെ മരുമകൾ തയ്യാറായില്ല. ചുമ്മാ പറയല്ല, ആ കുട്ടികളുണ്ട് ഭയങ്കര സ്നേഹ. നിങ്ങൾക്ക് വയ്യാതായ നിമിഷം തൊട്ട് പ്രാർത്ഥനയും കരച്ചിലുമായിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ആ കുട്ടി ഇവിടെ പുറത്തു തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ കാണാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പുറത്തു തന്നെ ആ കുട്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. പല സന്ദർഭങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല കുട്ടി ആ കുട്ടി, എനിക്കറിയാം പേഴ്സണലി. എന്നിട്ട് ഡോക്ടർ പറയാണ്, ഇതുപോലെ മരുമകളെ കിട്ടിയത് നിങ്ങൾക്കൊരു ഭാഗ്യമാണ്. ഇക്കാലത്ത് ഏതെങ്കിലും പെൺകുട്ടി സമ്മതിക്കോ? വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളെ ആയുള്ളൂ. അവളുടെ സൗന്ദര്യം ശ്രദ്ധിക്കാതെ മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാതെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കാണ്. നിങ്ങളിത് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആർക്കും അറിയില്ല. എല്ലാവർക്കും ഒരു ടെൻഷനെ പേടിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാ ആരും നിങ്ങളോടൊന്നും പറയാതിരുന്നത്. അപ്പോഴേക്കും ദേവ്യാനി അവിടെ ഇരുന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. ദേവ്യാനി കൂടാൻ, കരയാതെ വിഷമിക്കാതിരിക്കുക, പ്രഷർ കൂട്ടല്ലേ, ഇതുകൊണ്ടാ ആരും ഒന്നും പറയാതിരുന്നത്. അപ്പോഴേക്കും ദേവ്യാനി പറയാണ്, എന്റെ ഡോക്ടറെ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് എന്തുകൊണ്ട് ആരും പറയാതിരുന്നേ എന്നൊക്കെ ചോദിക്കാണ്. അപ്പോ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റിയത് എന്റെ മരുമകളല്ലേ? എനിക്ക് കരൾ നൽകിയത് ഞാൻ ഏറ്റവും വെറുക്കപ്പെട്ട എന്റെ മരുമകളല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ദേവ്യാനി വീണ്ടും കരയുന്നുണ്ട്. ഒരു തവണയെങ്കിലും എല്ലാവർക്കും എന്നോട് പറയായിരുന്നു അവളാ എനിക്ക് കരൾ നൽകിയെന്ന്. എനിക്ക് ജീവിതം തിരിച്ചു നൽകിയത് അവളാന്ന് എല്ലാവർക്കും ഒന്ന് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ്യാനി വീണ്ടും ഇങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. എല്ലാരും കരുതുന്ന പോലെ ഇതറിഞ്ഞ ഞാൻ അവളോട് ദേഷ്യപ്പെടുകയോ അവളോട് വെറുപ്പ് കാണിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അവളെയാ. എന്റെ മകനെക്കാട്ടിലും അത്രയ്ക്ക് എന്റെ മനസ്സിൽ സ്നേഹമുണ്ട്. ഈ ഒരു സംശയം തോന്നി തുടങ്ങിയ സമയം മുതലേ എന്റെ മനസ്സിൽ അവളുടെ വെറുപ്പ് പതിയെ പതിയെ അലിഞ്ഞില്ലാതായി.
ഇതായിരിക്കും ഈശ്വരന്റെ വിധി. എന്റെ മകനും ഭർത്താവും ഒക്കെ മലയ്ക്ക് പോയിട്ട് തിരികെ വരുമ്പം എന്റെ മനസ്സിലവിടെ സ്നേഹം ഉണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞതാ. ഞാനൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ പൂർണ്ണമായും എന്റെ മരുമകളുടെ സ്നേഹമാണ്. ഒരുപാട് ഇഷ്ടമാണ്. ആ വെറുപ്പൊക്കെ അലിഞ്ഞില്ലാതായി എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ഡോക്ടർ പറയാണ്, ഇങ്ങനൊരു ചിന്താഗതി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ എല്ലാവരും പറഞ്ഞേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പറയാതിരുന്നത് വലിയ നഷ്ടമായിപ്പോയി. സാരമില്ല, ഇണക്കത്തിന് ശേഷമുള്ള പിണക്കത്തിന് വല്ലാത്ത മാധുര്യമാണെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് മരുമകളെ പോയി കണ്ട് സ്നേഹിച്ചോ. രണ്ടുപേർക്കും ഈ സമയത്ത് സ്നേഹവും മനസ്സ് സന്തോഷമൊക്കെ ഉണ്ടാകുന്നതേ നല്ല കാര്യമാ എന്ന് ഡോക്ടർ പറയാണ്. അങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണോടുകൂടി വളരെ മനസ്സിൽ ആകാംക്ഷയോടും സ്നേഹത്തോടും കൂടിയിട്ട് ദേവയാനി ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്.